നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ബാർക്കോഴ കേസ്. അതിൽ മുഖ്യമന്ത്രിയും കൂട്ടാളിയായ 2 മന്ത്രിമാരും വ്യക്തമായ പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാൻ ശ്രമിക്കുകയാണ് സർക്കാർ. മറ്റൊരു കേജ്രിവാൾ ആകാൻ ശ്രമിക്കുകയാണ് പിണറായി വിജയനും. അതിന് വ്യക്തമായ മറുപടി തന്നെയാണ് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞതും. പണം കിട്ടാൻ വേണ്ടി മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്ന പിണറായി വിജയൻ മാതൃകയാകുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ കേജ്രിവാളിന് കോടതിയിൽ നിന്ന് കിട്ടിയ ആനുകൂല്യമൊന്നും പിണറായി പ്രതീക്ഷിക്കേണ്ട. കാരണം അതിലും ദാരുണമായിരിക്കും തങ്ങളുടെ അവസ്ഥ എന്നതിൽ സംശയമില്ല. അല്ല, അങ്ങനെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെ കുറ്റം പറയാനും സാധിക്കത്തില്ല. 2ാം ബാർക്കോഴ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന കോഴയുടെ തനി ആവർത്തനമാണിതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സർക്കാർ മദ്യനയത്തിൽ മാറ്റം തീരുമാനിച്ചോ ഇല്ലയോ എന്ന് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർക്കോഴ എന്നത് വിശ്വസനീയമല്ല. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇടപാട് നടക്കുന്നതെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം അതിൽ CPM-നും പങ്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടക്കുന്നത്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്വകാര്യവൽക്കരിക്കാൻ വരെ തീരുമാനമുണ്ടായി. എക്സൈസ് ടൂറിസം വകുപ്പിൽ ചേർന്ന് എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. കേവലം പണപ്പിരിവ് മാത്രമായി പറയാനും കഴിയുകയില്ല. മന്ത്രിസഭ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ടൂറിസം എക്സൈസ് വകുപ്പുകൾ യോഗം ചേർന്നതെന്നതും വ്യക്തമാക്കണം. സംഭവിച്ചത് എന്താണ് എന്ന സത്യം ജനങ്ങളോട് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതി നടത്താൻ മദ്യനയത്തിൽ മാറ്റം വരുത്തിയതായി യോഗം ചേരുകയും ബാർ ഉടമകളിൽ നിന്ന് പണപ്പിരിവ് തുടങ്ങുകയും ചെയ്തിട്ടും 2 മന്ത്രിമാർ ഇതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. മദ്യനയത്തെക്കുറിച്ച് ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. ഇതുകൊണ്ടൊന്നും ജനത്തെ കബളിപ്പിക്കാൻ കഴിയില്ല എന്നും ഡൽഹിയിൽ മദ്യ കുംഭകോണം നടത്തിയ എക്സൈസ് മന്ത്രി 1.5 വർഷമായി ജയിലിൽ കിടക്കുന്ന കാര്യം മന്ത്രിമാരായ MP രാജേഷും റിയാസും ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ബാർക്കോഴ അഴിമതി നടത്തിയ UDF-കാർക്ക് പിണറായി സർക്കാരിന്റെ അഴിമതിക്കെതിരെ സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. സേഫ്റ്റി വാൽവ് മാത്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഗീർവാണ പ്രസംഗങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലുമില്ല. കേരളത്തിലെ മദ്യനയ അഴിമതി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ബാർക്കോഴ കേസ് നിലനിൽക്കുമ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് വിദേശത്തേക്ക് ടൂർ പോയത് നിരുത്തരവാദിത്വത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മഴക്കെടുതി കൊണ്ട് നാശം വിതയ്ക്കുമ്പോൾ വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും തന്നെ വിദേശ യാത്രകൾ നടത്തുകയാണ്. നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ പലയിടത്തും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ഒരു സ്ഥലത്തും ശുചീകരണം നടക്കുന്നില്ല. ഇതിൽ തന്നെ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്നു. മഴക്കെടുതിയും ബാർക്കോഴ കേസും നിലനിൽക്കുമ്പോഴാണ് കേരളത്തിലെ മന്ത്രിമാർ വിദേശത്ത് സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോകുന്നത്. തിരുവനന്തപുരം നഗരവും കൊച്ചിയും ഉൾപ്പെടെ പലയിടങ്ങളും റോഡും വെള്ളക്കെട്ടും തിരിച്ചറിയാനാകാത്ത വിധമാണ് കിടക്കുന്നത്. ഇത്തവണ കൊതുകുകളെ നശിപ്പിക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ പോലും കേരളത്തിൽ നടന്നിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്തതെന്നും അദ്ദേഹം ചോദിച്ചു.